മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊക്കി അകത്തിടുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണ വിജയനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. രണ്ട് വിഷയങ്ങൾ, അതായത് പ്രധാനമായും കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിലും മകളുടെ മാസപ്പടി കേസിലുമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത്. അതിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല എന്ന സൂചനയും അദ്ദേഹം നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെ മോദി വിമർശിച്ചു. മുഖ്യമന്ത്രിയും മകളും വരെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണെന്നാണ് മാസപ്പടി കേസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന യാഥാർത്ഥ്യവും മോദി വിളിച്ചു പറയുകയുണ്ടായി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. CPMൻ്റെ കീഴിലുള്ള മൊത്തം സഹകരണ ബാങ്ക് അഴിമതികളും എടുത്തു പറഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ. CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ ഭൂരിഭാഗവും പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു. ഈ കൊള്ളകൾ കാരണമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും ശമ്പളം കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയാത്തതെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനം തന്നെയാണ്, എന്നാൽ കേന്ദ്രമാണ് അതിൻ്റെ കാരണമെന്ന് കള്ളം പറയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും മോദി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു. ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി ഇവിടെ ഓർമ്മിപ്പിച്ചു. അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്കലിൽ അടക്കും, പൊക്കി അകത്തിടും. അഴിമതി നടത്തിയവരിൽ നിന്നും പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കും എന്നുള്ളതും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ നിത്യസന്ദർശകനാണ് നരേന്ദ്രമോദി. ഓരോ പ്രാവശ്യവും വന്നു പോകുമ്പോഴും മുഖ്യമന്ത്രി കള്ളനാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ഇതേ ഇനത്തിൽപ്പെടുന്ന ആളാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തട്ടിപ്പ് കേന്ദ്രമാണെന്നും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ പറയുന്നതല്ലാതെ ഇതിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനുള്ള നെഞ്ചളവ് നരേന്ദ്രമോദിക്കുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്.